ഒരു ചെറിയ മുയൽ വലിയ സിംഹത്തെ തോൽപ്പിച്ച കഥ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കഥ നമുക്ക് കേൾക്കാം. സിംഹവും മുയലും. ഒരു കാട്ടിൽ ക്രൂരനായ ഒരു സിംഹം ഉണ്ടായിരുന്നു. അവൻ അത്യാഗ്രഹിയുമായിരുന്നു. അതിശക്തനായതിനാൽ അവൻ മറ്റു മൃഗങ്ങളെ ഉപദ്രവിക്കുമായിരുന്നു. അവൻ്റെ ഉപദ്രവം തീർത്തും സഹിക്കാനാവാതെ വന്നപ്പോൾ മറ്റു മൃഗങ്ങളെല്ലാവരും കൂടി അവൻ്റെ അടുത്തെത്തി അപേക്ഷിച്ചു. "അല്ലയോ മൃഗരാജ, ഞങ്ങളുടെ അപേക്ഷ അവിടുന്ന് കേൾക്കണം. ഓരോ ദിവസവും ഞങ്ങളിൽ ഒരാൾ അങ്ങേക്ക് ആഹാരമായി തീർന്നുകൊള്ളാം. അപേക്ഷ കൈക്കൊണ്ട് ഞങ്ങളെ സമാധാനമായി പോകാൻ അനുവദിക്കണമേ." സിംഹം സമ്മതിച്ചു. അന്നു മുതൽ ഓരോരോ മൃഗത്തെ അവന് ആഹാരമായി ലഭിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ ബുദ്ധിമാനായ ഒരു മുയലിൻ്റെ ഊഴം വന്നെത്തി. സിംഹത്തിൻ്റെ ഗുഹയിലേക്കുള്ള യാത്രക്കിടയിൽ അവനൊരു പദ്ധതി തയ്യാറാക്കി. സിംഹത്തിൻ്റെ അടുത്തെത്താൻ അവൻ മനഃപൂർവ്വം വൈകി. സിംഹം കോപം കൊണ്ട് വിറച്ചു. "എടാ കീടമേ, നിന്നെ കാത്ത് ഞാൻ എത്ര നേരം ഇരിക്കണം? ഞാൻ വല്ലാതെ വിശന്നിരിക്കുകയാണ്. വേഗം പറയുക, നീ എന്താണ് വൈകിയത്?" മുയൽ എളിമയോടെ പറഞ്ഞു. "തിരുമേനി, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരികയായിരുന്നു. വഴിക്ക് മറ്റൊരു സിംഹം എന്നെ തടഞ്ഞു നിർത്തി. അവനോട് കേണപേക്ഷിച്ചപ്പോഴാണ് എന്നെ വിട്ടയച്ചത്." കോപിഷ്ഠനായ സിംഹം ഉച്ചത്തിൽ ഗർജിച്ചു. "എന്ത്? എൻ്റെ കാട്ടിൽ മറ്റൊരു സിംഹമോ? കാണിച്ചുതാ, എവിടെ അവൻ?" മുയൽ നല്ല ആഴമുള്ള ഒരു പൊട്ടക്കിണറിനരികിലേക്ക് സിംഹത്തെ നയിച്ചു. മുയൽ പറഞ്ഞു, "തമ്പുരാനെ, അങ്ങ് ഇതിനുള്ളിലേക്കൊന്ന് നോക്കിയാലും." കിണറിലേക്ക് നോക്കിയ സിംഹം തൻ്റെ പ്രതിച്ഛായ അവിടെ കണ്ടപ്പോൾ വേറെ ഏതോ സിംഹമാണെന്ന് തെറ്റിദ്ധരിച്ചു. അവൻ ഉറക്കെ ഗർജിച്ചപ്പോൾ അതിൻ്റെ പ്രതിധ്വനി ഉണ്ടായി. കോപം കൊണ്ട് വിറച്ച അവൻ കിണറ്റിലേക്കെടുത്ത് ചാടി. പിന്നെന്ത് പറയാൻ, ക്രൂരനായ കാട്ടുരാജാവിൻ്റെ കഥ കഴിഞ്ഞു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരു ചെറിയ ബുദ്ധി കൊണ്ട് വലിയ ശക്തികളെ തോൽപ്പിക്കാൻ പറ്റും. ഇന്നത്തെ കഥ കേട്ടതിന് നന്ദി. നാളെ മറ്റൊരു കഥയുമായി വരാം. താങ്ക് യു. ഗുഡ് നൈറ്റ്.